അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും പുറത്തു പോവാണ്. നമ്മളിപ്പോൾ പോകാറായി തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ നമ്മളിന്ന് പുറത്തു പോവാണ്. സോ ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിൽ നമ്മൾ ഓൾറെഡി ഒരു ബീച്ച് വ്ളോഗ് ഇട്ടിരുന്നു. പക്ഷെ അവിടെയുള്ള ബീച്ചിലല്ല നമ്മൾ പോകുന്നത്, വേറൊരു ബീച്ചിലാണ് പോകുന്നത്. സോ ഞങ്ങളിപ്പോൾ പുറത്താണ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. എല്ലാവരും ഉണ്ട്. സനേമുണ്ട്, അമ്മച്ചി, 2 അമ്മമാരുണ്ട്. സന്തോഷം മണിക്കൂറിന് വണ്ടി എടുക്കാൻ പോയിക്കാണ്. അവരെ ഞാൻ വണ്ടി കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. സോ ഇനി വണ്ടി കയറിയിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ് കേട്ടോ. മണിക്കൂട്ടിന് ഇപ്പോൾ വണ്ടിക്കകത്തുണ്ട്. ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ട് അവനെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. സന്തോഷിച്ച് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. അതെ, അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ നമ്മൾ ബീച്ചിൽ പോകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് ഒരു പാസ് എടുക്കണം. പാസ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളൊരു ഗേറ്റ് വഴിയാണ് പോകുന്നത്. ആ ഗേറ്റിൻ്റെ പേര് നജ്മ ഗേറ്റ് എന്നാണ് ആ ഗേറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആ ഗേറ്റ് വഴി പോകണമെങ്കിൽ ഏത് ഗേറ്റ്, കുറേ ഗേറ്റ് ഉണ്ട് ഇവിടെ, 2-3 ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് വഴി പോകണമെങ്കിൽ നമുക്ക് പാസ് എടുക്കണം. ആ പാസ് എടുക്കാൻ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കണ്ടോ, അവരെല്ലാവരും അവിടെ മറ്റേ പാസ്സൊക്കെ എടുക്കുന്ന പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടെ ഞങ്ങളിവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. സോ അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ട് ബീച്ചിൽ, അതെ, നജ്മ ഗേറ്റിൽ കയറിയിട്ട് അതെ. ഫ്രണ്ട്സൊക്കെ കൂടെ എന്താ ഒരാൾ ഹയ്യോടെ കളിക്കുന്നത്. അവനെൻ്റെ കാലറിഞ്ഞൂടെ എന്നാലും കളിക്കറേ. ഹയ്യോടാ ഹയ്യോടാ, അതാണ് അവൻ കളിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എടുക്കേണ്ടത് താനെ കളിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് സമയമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കയ്യോടൊക്കെ ഇവിടെ നല്ല സ്മൂത്താണ്. അപ്പോൾ ഇത് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ സോ ഇനി ഞാൻ പറഞ്ഞില്ല നേരത്തെ, നജ്മ ഗേറ്റിൽ കയറിയിട്ട് കാണാം. നജ്മ ഗേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നജ്മ ഗേറ്റ് കടന്നിട്ട് നമ്മൾ നജ്മ ഗേറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പാർക്ക് ഗൈസ്, പാർക്ക് നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നല്ല വെയിലുണ്ട് അത്യാവശ്യം. എന്നെ തന്നെ കാണാമോ എന്ന് എനിക്ക് അറിയില്ല, വെയിൽ കാരണം. സോ ബീച്ചും ഉണ്ട്, പാർക്കും ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രദേശം ഞാൻ നന്നായിട്ട് കാണിച്ചു തരാവേ. ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു സ്ഥലം. കപ്പലിൽ കയറി കൊച്ചി പോവാന്ന്, നാട്ടിൽ പോവാ. അപ്പോൾ ഇതുണ്ടോ പാർക്കൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഈ ഒരു സ്ഥലമൊക്കെ. ഇത് വെയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാമെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ ലോഞ്ചൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മമ്മി വർക്ക് ചെയ്യുന്ന രാംകോ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. അവിടെ അതെ, കുറേ ലോഞ്ച് ഉണ്ട്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് താമസിക്കാം. അമേരിക്കൻസൊക്കെ ഇവിടെയായിട്ട് താമസിക്കുന്നത്, വലിയ വലിയ സ്ഥലങ്ങളായിട്ട്. സോ ഇതുണ്ടോ ഗൈസ്, നല്ല ഗ്രീനറിയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇനി അവിടെ ഗൈസ് കടൽ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ അവിടെ കണ്ടോ, കടൽ നിങ്ങൾക്ക് നല്ല കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ നടന്നു പോകുന്നു. നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. നമ്മുടെ ബീച്ചിൻ്റെ അവിടെ എത്തി. സോ ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നോക്കി ഇറങ്ങും. ഓക്കെ ഗായ്സ്, ഇതൊക്കെ ഉണ്ടോ, നിങ്ങൾ കണ്ടോളൂ. ബീച്ച് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ പാർക്കുണ്ട്. ഞാൻ പാർക്കിൽ ഇവിടുത്തെ സൈഡ് ഭയങ്കര സ്ലോപ്പ് ചെയ്യണം. അപ്പം പിന്നെ മണ്ണായതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സ് ചളി പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം പാർക്കിൽ കളിക്കാൻ നിന്നില്ല. സോ ഇതാണ് നമ്മുടെ ബീച്ച്. അയ്യോ, നമ്മൾ നേരത്തെ പോയ ബീച്ചിനായാലും എൻറ്റോളി ഡിഫറെൻ്റ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ, എനിക്കിഷ്ടമായി. എന്ത് പറഞ്ഞു, നല്ല ഗ്രീനറി, നല്ല അടിപൊളി ഗ്രീനറി ഉണ്ട് അല്ലേ കണ്ണാ, സൂപ്പർ ഗ്രീനറി. ആൻഡ് ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു. സോ അപ്പോൾ ഞങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാം. ബീച്ചിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അവസാനം വീഡിയോ ഇടാം, ബീച്ചിൻ്റെ അവസാനം ഇടാം. ഇവിടെ കുറേ ഷെൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിത് പെയിൻറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്.
ഇതാ കാണിച്ചു തരാം. ഞങ്ങളിത് കളക്ട് ചെയ്തോണ്ടിരിക്കുവാണ്. ഇപ്പൊ കുറെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ഷെൽ സ്കൂട്ടർ തന്നെ ഉണ്ട് കണ്ടോ. ഞാൻ നാട്ടിൽ ഇത്ര കണ്ടിട്ടില്ല. അവിടുത്തെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ അറിയാത്ത ഷൂ ഇട്ടുകൊണ്ട് വന്നു ഗായ്സ്. എനിക്ക് പണി കിട്ടി. അപ്പം ഞാൻ ഇനി ഷെൽസ് ഒക്കെ പറക്കിയിട്ട് ഇതുണ്ടോ ഒരു വെറൈറ്റി ഷെല്ല്. ഞാനാണെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. നമ്മള് ബീച്ച് അവിടെ എന്തോ തടഞ്ഞു ഗൈസ്. നമ്മളിപ്പോൾ നടപ്പാതെ കൂടെ നടന്നു, വണ്ണി കൂടെ അല്ല. കാരണം നമ്മൾ ഷൂ ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. നല്ല ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ടി നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാനല്ല, ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് എൻ്റെ കാലൊന്ന് ഷൂവിൻ്റെ അകത്ത് കൂടെ കയറി മണ്ണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവൻ ചെറുതായിട്ട് എന്തോ കടലിൽ എഴുതാൻ പോയിട്ട് അവൻ്റെ കാലിൽ ഫുള്ള് വെള്ളമായിട്ടുണ്ട്. അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ അത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. അത് അറിയുമ്പോഴത്തേക്കും വെള്ളം താഴോട്ട്. എന്താ നിങ്ങളവിടെ ഒരു അതുവഴിയാ. സോ അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ബീച്ചിൽ ഒരു വേ ഉണ്ട്. ആ വേ നമ്മൾ എക്സിറ്റ് ആവാൻ പോവുകയാണ് ഫ്രണ്ട്സ്. സോ വഴികളൊക്കെ ഉണ്ട്. അതെ, ഫ്രണ്ടിൽ കൂടെ അവന് വീഡിയോയിൽ അവനെപ്പോഴും ഫ്രണ്ടിൽ പോകണം. അതാണ് അവൻ്റെ ഒരു മണ്ണ് ഞാൻ മാക്സിമം എൻ്റെ ഇതിലാക്കാൻ നോക്കി. കുറച്ചൊക്കെ ഇതാക്കണ്ടോ ഗൈസ്. ഇതാണ് മറ്റേ ബക്കറ്റ്. എനിക്ക് ബക്കറ്റ് കാണിക്കട്ടെ. ബക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ട്, ഇതേ കണ്ടോ ബക്കറ്റ് അപ്പോൾ അതിലെ കൂടെ വെള്ളം വീഴും ഗൈസ്. ഇവിടെ ഫുള്ള് വാട്ടർ പാർക്കൊക്കെ പോലെയാണ്. ഇതിനകത്ത് കുറേ പേരൊക്കെ കയറുന്നുണ്ട്. അവരിതാ പോയി തലയമ്മയൊക്കെ പുറകെ കൂടെ വരും. സോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ്. നമ്മളിതാ ഇപ്പോൾ ബീച്ചിൽ നിന്നൊക്കെ കയറിയിട്ട് വന്നു. ഇപ്പം നമ്മൾ ഐസ്ക്രീം വണ്ടി, ഞാൻ ഇവിടുത്തെ ഐസ്ക്രീം വണ്ടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിക്കാവേ കാണിച്ചൊക്കെ. ഇവിടുത്തെ ഐസ്ക്രീം വണ്ടി ഐസ്ലാൻഡ് എന്നാണ് പറയണേ. സന്തോഷ് മണിക്കുന്ന ഐസ്ക്രീം സ്ട്രോബെറി ഗൈസ്. സ്ട്രോബെറി കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മേടിക്കണം. ഇനി ഐസ്ക്രീം വന്നിട്ട് കാണാം. ഞങ്ങൾ കുറച്ച് നേരം പാർക്കിൽ കളിച്ചതായിട്ട് നമ്മൾ ഇച്ചിരി തന്നെ പാർക്കിൽ കളിച്ചതിന് ശേഷം കാലൊക്കെ കഴുകി. കാരണം ഫുൾ മണ്ണല്ലായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാല് കഴുകിയതാ വെള്ളമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഷൂ കയ്യിലിരിക്കുന്നത്. ഷൂ നനയ്ക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു റീൽസ് എടുക്കണം. ഞാൻ എടുക്കുന്നില്ല. കാരണം ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് ക്യാമറ കിട്ടുമെന്ന് അറിഞ്ഞില്ല. സോ വെയിലിൻ്റെ ഇതൊക്കെ അനുസരിച്ചിരിക്കും, ലൈറ്റിൻ്റെ ഇതൊക്കെ. നമ്മളിപ്പോൾ ഇവർ സന്തോഷിച്ചതിനെ ബാക്കി അതിൻ്റെ രണ്ട് അമ്മമാരെ അവിടെ എത്തിയിട്ടാണ്. ഞാൻ സിനിമയും മണിക്കൊന്നും കൂടെയാണ് കാല് കഴിയും. സോ അവരെ തൊട്ട് പോവാണ്. ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള. നമ്മളിത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് കളിക്കായിരുന്നു. നമുക്ക് റീൽസ് കളിക്കാൻ സ്പോട്ട് കിട്ടി. സോ അപ്പം ഞാൻ ഈ റീൽസ് എടുത്തിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ അവിടുന്ന് വീട്ടിലോട്ട് പോകുന്നു. അമ്മയുടെ ഒരു കൂട്ടുകാരനെ കാണാനുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് വന്നു. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും